വരുന്നത് മണിയുടെ സഹായികളായ മുരുകൻ, ബിബിൻ, അരുൺ എന്നിവരെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടിയാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണോ ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്? തീർച്ചയായും സൗമ്യ, പ്രത്യേകിച്ച് ഏറ്റവും ദുരൂഹത ഉണർത്തുന്നത് ഇവർ മണി അബോധാവസ്ഥയിലായ ശേഷം ഇവർ പിന്നീട് മണിയുടെ ബന്ധുക്കളെയോ മറ്റുമൊന്നും കണ്ടിട്ടില്ല. മണിയുടെ മരണശേഷം ഇവർ മണിയുടെ മരണാനന്തര ചടങ്ങുകളിൽ പോലും പങ്കെടുത്തിട്ടില്ല. സന്തത സഹചാരികളായ ഈ 3 പേർ മണിയുടെ മരണശേഷം എന്തിനു മാറി നിന്നു എന്നൊരു സംശയം അന്വേഷണ സംഘത്തിൽ ഏറെ സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ 3 പേർ ചേർന്നാണ് പാടിയും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കുകയും ഇവിടുന്ന് സാധന സാമഗ്രികൾ ചാക്കുകളിൽ നിറച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒന്നിലധികം പേരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ച പാടിക്ക് സമീപമുള്ള പലഹാര നിർമ്മാണശാലയിലെ ജോലിക്കാരനായ മണികണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് മണികണ്ഠൻ പറഞ്ഞത് ഇപ്രകാരമാണ്: മദ്യപാനം നടന്നതിന്റെ അടുത്ത ദിവസം, അതായത് മണിയെ അവശ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ദിവസം രാവിലെ മണിയെ താൻ കണ്ടിരുന്നു. പൂർണ്ണ ആരോഗ്യവാനായിരുന്നു എന്നാണ് തനിക്ക് കാഴ്ചയിൽ തോന്നിയത്. ബിബിനാണ് മണിക്കൊപ്പം ഉണ്ടായിരുന്നത്. മറ്റു ചിലരും പാടിയിൽ ഉറങ്ങിക്കിടക്കുന്നതായി താൻ കണ്ടിരുന്നു എന്നാണ് മണികണ്ഠന്റെ മൊഴി. അതോടൊപ്പം ഈ സംഭവത്തിന് ശേഷം പിന്നീട് മണിയെ കാണാതായി. മണി ആശുപത്രിയിലായിരുന്നു എന്ന് താൻ പിന്നീട് അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ മണിയുടെ സഹായികളായ ബിബിൻ, മുരുകൻ, അരുൺ എന്നിവർ ചേർന്ന് പാടിയിൽ പിന്നീട് ശുചീകരണം നടത്തുകയും ചാക്കിൽ നിറച്ചുകൊണ്ട് സാധന സാമഗ്രികൾ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ്. ഏതായാലും ഇപ്പോൾ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയതോടുകൂടെ ഇപ്പോൾ ഇവർ മാറ്റിയിരിക്കുന്നത് ഒന്നെങ്കിൽ വ്യാജ മദ്യമോ അല്ലെങ്കിൽ കീടനാശിനിയുടെ അംശമോ ഉള്ള കുപ്പികളോ മറ്റോ അവശിഷ്ടങ്ങളോ ആയിരിക്കാം എന്ന് തന്നെയാണ് പോലീസ് നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണിയെ മനഃപൂർവ്വമായി അപായപ്പെടുത്താനുള്ള ശ്രമം, ആത്മഹത്യാ ശ്രമത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞതോടുകൂടി തന്നെ മണിയെ മനഃപൂർവ്വം കൊലപാതക ശ്രമത്തിലേക്ക് തന്നെ എത്തുമ്പോൾ ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ ഇതിനുവേണ്ടി മണിയെ ആ ഒരു സാധ്യത, കൊലപാതകം എന്നൊരു സാധ്യതയിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുന്നതിന് അതിനെ ചേർത്ത് വെക്കാവുന്ന ഒരു സുപ്രധാനമായ കാര്യമാണ്. പ്രത്യേകിച്ച് മണിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു അന്ന് അദ്ദേഹം വാറ്റ് കഴിച്ചിരുന്നില്ല എന്ന തരത്തിൽ കൂടിയുള്ള റിപ്പോർട്ടുകൾ സുഹൃത്തുക്കൾ തന്നെ അത് പറയുമ്പോൾ ആ ഒരു പശ്ചാത്തലം കൂടി. തീർച്ചയായും സൗമ്യ, ആദ്യഘട്ടത്തിൽ മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മണിയുടെ മരണം സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ മണിക്കൊപ്പം മദ്യവെച്ചിരുന്ന ജാഫർ ഇടുക്കി ഉൾപ്പെടെയുള്ള മറ്റ് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളുടെ മൊഴി അന്ന് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ജാഫർ ഇടുക്കി വ്യക്തമാക്കിയത്. ഉമേഷ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ സുഹൃത്തുക്കളുടെ വാക്കുകളുടെ വിവരങ്ങളുമായി ഉമേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, വാറ്റ് അവിടെ 25-ാം തീയതി തന്നെ അവിടെ വാറ്റ് എത്തിച്ചിരുന്നു. ജോമോൻ എന്നൊരാളാണ് എത്തിച്ചിരുന്നത്. അയാളെ കേന്ദ്രീകരിച്ച് വരെ അന്വേഷണം പോകുന്ന ഒരു ഘട്ടത്തിലാണ് മണി വാറ്റ് കഴിച്ചിട്ടില്ല എന്ന് സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? സൗമ്യ, അത് ഇപ്പോൾ അന്വേഷണ സംഘത്തോട് ഈ കസ്റ്റഡിയിലെടുത്തവർ അന്വേഷണ സംഘത്തോട് ഈ കാര്യം പറഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും വിവിധ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു മണിയുടെ മരണം സംബന്ധിച്ച്. അതിലൊന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നത്, എല്ലാവരും ചേർന്നാണ് മദ്യം കഴിച്ചതെങ്കിൽ മണിക്ക് മാത്രം എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം ഉണ്ടായത്. അതിനൊരു ഉത്തരമായി വേണമെങ്കിൽ നമുക്കിതിനെ കണക്ക് കൂട്ടാം. കാരണം ഈ ഒരു വാറ്റ് ചാരായം മണി കഴിച്ചിട്ടില്ല എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞതായി ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 1 മാസം മുമ്പ് തന്നെ ഈ വാറ്റ് ചാരായം എത്തിച്ചിരുന്നു. അത് അവിടെ മണിയുടെ പാടിയിൽ ചെന്ന് സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് കഴിച്ചു. അപ്പോൾ കലാഭവൻ മണി ഇത് കഴിച്ചില്ല എന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്തവർ എല്ലാവരും തന്നെ അക്കാര്യമാണ് പറയുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നുള്ള സൂചനകൾ ലഭിക്കുന്നത്. കാരണം 8 പേരെ ഇപ്പോഴും കസ്റ്റഡിയിലുണ്ട്. അവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി അവരെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോഴെല്ലാം അവർ ഉറച്ചു നിൽക്കുന്ന കാര്യം ഇതാണ്: വാറ്റ് ചാരായം മണി കഴിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ അന്വേഷണം കൂടുതൽ സങ്കീർണമാവുന്നു എന്നാണ് പറയേണ്ടി വരിക. കാരണം വാറ്റ് ചാരായം കഴിച്ചില്ലെങ്കിൽ ഒറ്റ സാധ്യത മാത്രമാണ് ഇപ്പോൾ ഉള്ളത്, അതായത് കീടനാശിനി അകത്ത് ചെന്നത്. അത് വാറ്റ് ചാരായം വഴിയല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. കീടനാശിനി തനിച്ച് എങ്ങനെ മണിയുടെ ശരീരത്തിൽ എത്തി, അതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അത് എങ്ങനെയാണ്, ആരെങ്കിലും നൽകിയതാണോ എന്ന് സംബന്ധിച്ചാണ്. നേരത്തെ തന്നെ അതാണ് ഉമേഷ്, അതായത് വാറ്റ് ചാരായത്തിൽ കൂടി ഏതെങ്കിലും തരത്തിൽ ഒരു പക്ഷേ വാറ്റിയതായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വാറ്റ് ചാരായത്തിൽ കൂടിയല്ല മണിയുടെ ശരീരത്തിൽ ഈ കീടനാശിനി എത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്ലാൻഡായ ഒരു നീക്കം ഒരു പക്ഷേ മണിയെ അപായപ്പെടുത്താനായി നടന്നു എന്നതിന്റെ വ്യക്തമായ ഒരു വിവരം കൂടിയല്ലേ വരുന്നത്?
അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം വാറ്റുചാരത്തിലൂടെ അല്ല എന്ന് ഇപ്പോൾ ഏതാണ്ട് പോലീസിന് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ഇത് കീടനാശിനി അകത്ത് ചെന്നു എന്നുള്ളതാണ്. അത് മണി സ്വമേധയാ കഴിക്കില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള മൊഴികളിൽ നിന്ന് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. കാരണം മണിയോട് അടുത്ത സുഹൃത്തുക്കളും അതുപോലെ മണിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും എല്ലാവരും തന്നെ പറയുന്നത് മണി അത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെടില്ല. കാരണം പലപ്പോഴും മണി വളരെ ആരോഗ്യവാനായി കാണപ്പെട്ടതാണ്, സന്തോഷവാനായിരുന്നു. അങ്ങനെയുള്ള മണി കീടനാശിനി അകത്ത് ചെല്ലണമെങ്കിൽ അത് ആരെങ്കിലും നൽകിയതായിരിക്കാം എന്ന സൂചന തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ചും പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് വിശദമായ പരിശോധന പാടിയിൽ നടത്തിയിരുന്നു. അപ്പോൾ പല കെമിക്കൽ ആയിട്ടുള്ള പല വസ്തുക്കളും അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്, പല കുപ്പികൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇതെല്ലാം വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ 8 പേരെ കസ്റ്റഡിയിലുള്ളവരുടെ ചോദ്യം ചെയ്യൽ ഒരിക്കലും പൂർത്തിയായിട്ടില്ല എന്ന സൂചന തന്നെയാണ് നൽകിയത്. ഇവരെ വീണ്ടും തുടർച്ചയായി തന്നെ ഇനിയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അവരിൽ നിന്ന് ഇനിയും വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് കൂടാതെ സിനിമാ മേഖലയിൽ നിന്നുള്ള സാബു ആയാലും ജാഫർ ഇടുക്കി ആയാലും അവരെ കൂടി ഉറപ്പായും ഇവിടേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്ന സൂചന തന്നെയാണുള്ളത്. എന്തായാലും വാറ്റ് കഴിച്ചിട്ടില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കീടനാശിനി തന്നെയാണ് അകത്ത് ചെന്നിരിക്കുന്നത്. അത് എങ്ങനെ അകത്ത് ചെന്നു എന്നത് സംബന്ധിച്ചാണ് ഇനി ഏറ്റവും നിർണായകമായ വിവരം പുറത്ത് വരേണ്ടത്. ഒരുപക്ഷെ ഉമേഷ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വാറ്റുചാരായം അടക്കം അവിടെ ഉണ്ടായിരുന്നു, മണി കഴിച്ചില്ല എന്ന് പറയുമ്പോഴും ബാക്കി എല്ലാവരും മദ്യം കഴിക്കുന്നു, അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ മണിക്ക് മാത്രമായി സംഭവിച്ച ഒരു കാര്യമാണ് ഇത്. മണിയുടെ ശരീരത്തിൽ മാത്രം വിഷാംശം എത്തിയിരിക്കുന്നു. ഇത് പാടിയിൽ വെച്ച് അന്ന് രാത്രിയിൽ നടന്ന, തലേദിവസം രാത്രിയിൽ നടന്ന ആ ഒരു മദ്യസൽക്കാരത്തിനിടയിൽ തന്നെ സംഭവിച്ച, ഒരുപക്ഷെ അദ്ദേഹത്തെ കൊടുക്കുകയോ വലിയ സാധ്യതകൾ തള്ളിക്കളയുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹം കഴിക്കുകയോ ചെയ്തിരിക്കുന്നത് ആ മണിക്കൂറുകൾക്കുള്ളിൽ വെച്ച് തന്നെ സംഭവിച്ച കാര്യമായി തന്നെയല്ലേ? തീർച്ചയായും അങ്ങനെ കണക്കാക്കേണ്ടി വരും. കാരണം ഇത് മണി അബോധാവസ്ഥയിലായി ആശുപത്രിയിൽ എത്തിക്കുന്ന ആ വേളയിൽ തന്നെ വളരെ തിടുക്കപ്പെട്ട പാടിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യുകയും അവിടെ ശുദ്ധീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിവരം അറിയുന്നത്. വളരെ തിടുക്കപ്പെട്ട എന്തിന് ഇതെല്ലാം വൃത്തിയാക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും ഗുരുതരാവസ്ഥയിൽ മണി ആശുപത്രിയിൽ കിടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഇവിടെ തിടുക്കപ്പെട്ട എന്തിന് ഇതെല്ലാം നീക്കം ചെയ്യുന്നു, പലതും ഇവിടെ നിന്ന് മാറ്റുന്നു. അത് പലപ്പോഴും കണ്ടവർ പോലും ഉണ്ട്, എന്തിനിത് നീക്കം ചെയ്യുന്നു എന്ന് സംശയിക്കുന്നു. ഇതെല്ലാം തന്നെയാണ് സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്നത്. ഇത് മനഃപൂർവ്വം ആരെങ്കിലും മണിയെ അപകടപ്പെടുത്താൻ ചെയ്തതാണോ എന്ന രീതിയിലേക്ക് തന്നെയാണ് ചോദ്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും കൂടുതൽ മൊഴികൾ ഇനിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇവരിൽ നിന്ന് തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും സഹായികൾ എന്ന് പറയുന്നവരെ തന്നെ വളരെ വിശദമായ ചോദ്യം ചെയ്യലിന് തന്നെ വിധേയമാക്കും എന്ന സൂചനകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഉമേഷ്, ഇവിടെ ഒരു പരിധി വരെയും തടസ്സമായി നിന്നത് ഇപ്പൊ സാബു ആയാലും ജാഫർ ആയാലും ഇവരുടെയൊക്കെ മൊഴികളിൽ ഉണ്ടായിരുന്ന ഒരു വൈരുദ്ധ്യം തന്നെയല്ലേ? ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അവർ മദ്യപിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം പോലും ഉണ്ടായി. പിന്നീട് ഇപ്പോൾ മണി വാറ്റ് കഴിച്ചില്ല എന്നൊരു കാര്യത്തിലേക്ക് വരെ എത്തി നിൽക്കുമ്പോൾ അതെ, തീർച്ചയായും സാബു ആയാലും ജാഫർ ഇടുക്കി പറയുന്നതായാലും ഇവരുടെ മൊഴികളിൽ വളരെ വൈരുദ്ധ്യമുണ്ട്. പലപ്പോഴും ഇവർ മാധ്യമങ്ങളിൽ വന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ ഇത്തരത്തിൽ മദ്യം കഴിച്ചതായുള്ള കാര്യം ആദ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അത് അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. മണി മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇത്തരത്തിൽ എന്നാൽ അത് മദ്യപിക്കുന്നത് കണ്ടവർ പിന്നീട് അത് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തരത്തിൽ വളരെ വലിയ വൈരുദ്ധ്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തവരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതെങ്കിൽ തന്നെയും സാബുവിനെയും ജാഫറിനെയും വീണ്ടും വിളിച്ചു വരുത്തും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. അത് ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ, നാളെ തന്നെ ഒരുപക്ഷെ അവരെ വിളിച്ച് ഇത് ചോദ്യം ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കീടനാശിനി തന്നെയാണ് അകത്ത് ചെന്നത് തന്നെയാണ് മണിക്ക് അപകടം സംഭവിക്കാൻ ഇടയാക്കിയത് എന്ന് തന്നെയാണ് ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. അവിടെ നിന്ന് കണ്ടെത്തിയ കുപ്പികൾ ഉൾപ്പെടെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എന്തായാലും ആ ഒരു നടപടികളിലേക്ക് തന്നെയാവും അന്വേഷണ സംഘം കടക്കുക. 24 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ച എന്തെങ്കിലും വിവരം ഈ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സഹായികളിൽ നിന്നോ ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. യെസ്, ഉമേഷ് വിവരങ്ങൾ നൽകിയത്. ദിൽജിത്തേക്ക് പോവുകയാണ്. ദിൽജിത്ത്, ഇവിടെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത് ഈ 3 സഹായികളെ ഇവൻ, മുരുകൻ, അരുൺ എന്നിവരെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇവരുടെ ആദ്യം മുതൽക്ക് തന്നെ ഇവരുടെ പെരുമാറ്റം പോലീസിൽ സംശയം ഉളവാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണോ, ആ ഒരു നിഗമനത്തിലേക്കാണോ എത്തിയത്? ഒരുപക്ഷെ ഡയറക്റ്റായി ഒരു കൊലപാതകത്തിൽ ഇവർക്ക് പങ്കില്ല എങ്കിൽ കൂടിയും ഇവർ ഇതിനിടയിൽ കണ്ണികളായിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണോ പോലീസ് ഉള്ളത്? തീർച്ചയായും സൗമ്യ, ഇവരെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഔട്ട് ഹൗസിൽ നിന്ന് ഈ മദ്യക്കുപ്പികൾ പോലീസ് സംശയിക്കുന്ന പ്രകാരമുള്ള മദ്യക്കുപ്പികൾ അല്ലെങ്കിൽ കീടനാശിനിയുടെ അവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടെയുള്ള
സാധനങ്ങൾ ചാക്കുകളിൽ നിറച്ച് കടത്തി എന്ന സംഭവം തന്നെയാണ് ഏറ്റവും ദുരൂഹത മണക്കുന്നത്. അതുപോലെ അതോടൊപ്പം തന്നെ ഈ ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ സാബുവിന്റെ മൊഴി ഈ മദ്യപാനം മറച്ചു വെക്കുന്നതായുള്ള സാബുവിന്റെ മൊഴി, അത്തരത്തിൽ മദ്യപാനം മറച്ചു വെക്കാനായി സാബു ബോധപൂർവം ശ്രമിക്കുന്നതായുള്ള മൊഴികളാണ് പുറത്തു വന്നിരുന്നത്. അത്തരത്തിൽ അത് ഖണ്ഡിക്കുന്ന തരത്തിൽ ഡ്രൈവർ അതുപോലെ തന്നെ മാനേജർ ജോബി എന്നിവരുടെ മൊഴികൾ പുറത്തു വന്നിരുന്നു. അവരുടെ പ്രതികരണം ഈ സാബുവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ മണി മദ്യപിച്ചിരുന്നു, അത് തങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. പിന്നീട് മണി മദ്യപിച്ചിട്ടില്ല എന്ന കാര്യം ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് അത് ഒരു പക്ഷേ കളവായിരിക്കാമെന്നാണ് ജോബി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. അതോടുകൂടിയാണ് സാബുവിന്റെ മൊഴിയിലെ വൈരുദ്ധ്യം പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ജാഫർ ഇടുക്കിയും ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴിയിൽ മണി മദ്യപിച്ചിരുന്നു, തങ്ങളും മണി ബിയർ കഴിച്ചിരുന്നു, തങ്ങൾ മദ്യമാണ് കഴിച്ചിരുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണം ആദ്യം നടത്തിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ വൈരുദ്ധ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ വിപിൻ മുരുകൻ, അരുൺ എന്നിവർ ചേർന്ന് ഔട്ട് ഹൗസ് ക്ലീൻ ചെയ്ത ഒരു നടപടിയും ഉണ്ടായി. ഇവയെല്ലാം തന്നെ ഏറെ സംശയം ജനിപ്പിക്കുന്നതാണ്. അതോടൊപ്പം സന്തത സഹചാരികളായിരുന്ന ഈ 3 പേർ മണിയുടെ മരണത്തിന് ശേഷം മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാതെ ബന്ധുക്കൾക്ക് മുമ്പിൽ വരാതെ ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് മരണത്തിന് ശേഷം 2 ദിവസങ്ങൾക്ക് മുമ്പ് മണിയുടെ സഹോദരൻ രാമകൃഷ്ണന്റെ പ്രതികരണം ഉണ്ടായി. മരണത്തിൽ ദുരൂഹതയുണ്ട്, ഇത്തരത്തിൽ മെഥനോളിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷാംശത്തിന്റെ സാന്നിധ്യം മണിയുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് മണിയുടെ ശരീരത്തിൽ എത്തിപ്പെട്ടതിൽ വ്യക്തമായ അറിവ് മുരുകൻ, വിപിൻ, അരുൺ എന്നീ സന്തത സഹചാരികളും സഹായികളുമായ ഈ 3 പേരുടെ അറിവില്ലാതെ ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള വിഷാംശവും മണിയുടെ ശരീരത്തിൽ എത്തിച്ചേരില്ല എന്നൊരു പ്രതികരണം മണിയുടെ സഹോദരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനെ തുടർന്നാണ് ഇവർ കസ്റ്റഡിയിലായത്. വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ 3 സഹായികളെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു അന്വേഷണ സംഘം. അതോടൊപ്പം തന്നെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. പാടിയിൽ ഉണ്ടായിരുന്ന വാറ്റുചാരായം മണി കഴിച്ചിരുന്നില്ല എന്നാണ് സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കീടനാശിനി ശരീരത്തിലെത്തിയത് എന്നതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ദുരൂഹമാവുകയാണ്.